വയനാടിനെ ആകെ തകർക്കുന്ന രീതിയിൽ കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന അതിഭയങ്കരമായ ദുരന്തമാണ് വയനാട്ടിൽ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ. തുടർന്ന് ചൂരൽമലയും ഒക്കെ ഇടുത്തെറിഞ്ഞുകൊണ്ട് ഒരു പ്രദേശം മുഴുവനെ ഇല്ലാതാക്കിക്കൊണ്ട് മാറ്റിയെടുത്തുകൊണ്ട് പ്രകൃതി മുന്നോട്ട് പോയി എന്നേ പറയാൻ കഴിയൂ. അത്രയേറെ ചെളിയും മണ്ണും കല്ലും മരങ്ങളും ഒക്കെ ഒലിച്ചെത്തി. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണാം. വീടിൻ്റെയൊക്കെ ഇടയിൽ അധിക കാലമായിട്ടില്ല പണിത വീടുകൾ, അതൊക്കെ തകർന്ന് അടിഞ്ഞു കിടക്കുന്നു. അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലും വളരെ ജീവന് അപകടമുണ്ടാക്കുന്ന സാഹചര്യമാണ്. കാരണം ചെളിയിലൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിതികളുണ്ട്. വാഹനങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. എത്ര വീടുകൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായും തകർന്നു എന്ന് നമുക്ക് കണക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം മുണ്ടക്കയിൽ നിന്നൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ പറയുന്നത് 100ഓളം വീടുകളെങ്കിലും തകർന്നു പോയിട്ടുണ്ട് എന്നാണ്. അതിലുള്ള മനുഷ്യജീവനുകൾ, അതിൽ ആർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നൊന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. കുറേയേറെ പേരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി ചെളിയും മണ്ണും ഒക്കെ വരുന്നത് കണ്ട് രാവിലെയാണല്ലോ, പുലർച്ചെ സമയമാണ്, എല്ലാവരും നല്ല ഉറക്കത്തിലുള്ള സമയമാണ്. എങ്കിലും പല രീതിയിലൊക്കെ അറിഞ്ഞ് കുറേ പേർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ എത്ര പേരാണ് ശരിക്കും അപകടത്തിൽപ്പെട്ടത് എന്ന് പോലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. സമയം 4 മണി 10-15 മണിക്കൂറോളമായി ഈ ദുരന്തം സംഭവിച്ചിട്ട്. പാലം നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ സർവ്വസന്നാഹങ്ങളുമായി സൈന്യം എത്തിയിട്ടുണ്ടായെന്നാണ്. പാലം അതിവേഗത്തിൽ, സൈന്യത്തിന് അത് വളരെ വേഗത്തിൽ അത്തരം പാലങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യയുണ്ട്. അങ്ങനെ ഒരു പാലം വേഗത്തിൽ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുണ്ടക്കയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് എത്താം. അവിടെയുള്ളവരെ ഇപ്പോൾ അവിടെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ മണ്ണിൽ നിന്നൊക്കെ മാറ്റിയെടുത്തവർക്ക് വേണ്ട വൈദ്യസഹായം നൽകാൻ കഴിയുന്നില്ല എന്നതാണ് വളരെ സങ്കടത്തോടെ പലരും പറഞ്ഞു. ഒരു മരുന്ന് കൊടുക്കാനോ ഒന്നും സാധ്യമാകുന്നില്ല. രക്ഷപ്പെടുത്തിയവരടുത്ത് കിടത്തിയിരിക്കുന്നു എന്നേ പറയാൻ കഴിയും. അപ്പോൾ അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ ഒരു താൽക്കാലിക പാലം അടിയന്തരമായി നിർമ്മിക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് സൈന്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അതും വേഗത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വിവിധയിടങ്ങളിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്നൊക്കെ വിവിധയിടങ്ങളിൽ നിന്നാണ്, സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തിൻ്റെ വിദഗ്ധ സംഘം അങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോഴും കൂടുതൽ സംഘങ്ങൾ എത്തുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം വീതം, പരിക്കേറ്റവർക്ക് 50,000 വീതമുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ തരത്തിലും ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, MP മാർ, കേന്ദ്രമന്ത്രിമാർ എല്ലാവരും വളരെ സജീവമായി തന്നെ കേന്ദ്രവും ഇക്കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം നടത്തി സാധ്യമായ കാര്യങ്ങളൊക്കെ